പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ ഒത്തിരിയധികം സ്നേഹിക്കുകയും അവിടുത്തെ കാരുണ്യം ഞങ്ങൾ ഓരോരുത്തരും നിറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഓ ദിവ്യകാരുണ്യ ഈശോയെ, അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ, ഈ ദിവ്യകാരുണ്യനാഥൻ്റെ ഈ വലിയ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ നിറവിൻ്റെ ആ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ ഈശോയെ, അങ്ങ് ആഗ്രഹിച്ച അതേ സ്നേഹത്താൽ, അങ്ങ് ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന അതേ സ്നേഹത്തിൻ്റെ അളവാൽ ഞങ്ങൾക്ക് അത് സ്വീകരിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കാരുണ്യത്തെ കൂടുതൽ അറിയുവാൻ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ രഹസ്യത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ തൊട്ടറിയുവാൻ, അനുഭവപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ 3 മണിയുടെ സമയത്തിൽ, ഈ 3-ാം മണിക്കൂറിൻ്റെ സമയത്തിൽ അങ്ങയുടെ പീഡകൾ, അങ്ങയുടെ സഹനങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുന്ന നിമിഷങ്ങളാണ്. അങ്ങയുടെ കുരിശുമരണവും അങ്ങ് അനുഭവിച്ച വേദനകളെയും ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങൾ ഞങ്ങൾ ഒത്തിരിയേറെ അങ്ങയുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നു. ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പൗലോസ് ശ്ലീഹ തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാത്ത അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകുന്നു. സ്നേഹമുള്ളവരെ, പൗലോസ് ശ്ലീഹ തനിക്ക് ലഭിച്ച ഈശോയുടെ കരുണയെ പറ്റിയാണ് പറയുന്നത്. തൻ്റെ കഴിഞ്ഞ ജീവിതത്തിലെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പൗലോസ് ശ്ലീഹ അതെല്ലാം മറക്കുവാനായിട്ട് തയ്യാറാവുമ്പോൾ, സാവൂൾ എന്ന വ്യക്തി പൗലോസായി മാറുന്നത് ഉത്ഥിതനായ യേശുവിനെ അനുഭവിച്ചതിന് ശേഷമാണ്. ഉത്ഥിതനായ ഈശോയുടെ കാരുണ്യം അനുഭവിച്ചതിന് ശേഷമാണ് സാവൂൾ പൗലോസായി രൂപാന്തരപ്പെടുകയും ഈശോയെ പീഡയനുഭവിച്ച, നമ്മുടെ സ്നേഹത്തെ പ്രതി പീഡയനുഭവിച്ച ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് മാനസാന്തരപ്പെട്ട ഒരു പൗലൂസായി മാറുന്നത്. അതേ പൗലൂസ് കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നമ്മളെ ഇന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ കാരുണ്യം പാപികൾക്ക് ഉള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയുടെ കാരുണ്യം പാപികളായ നമ്മളോടുള്ള സ്നേഹമാണ് എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പാപികളാണ്, നമ്മളെല്ലാവരും പാപികളാണ്. പലതരത്തിലും പല രീതിയിലും ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലാകുമ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മൾ ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്യുന്നു, ഒത്തിരിയേറെ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു. ചില സമയങ്ങൾ നമുക്കറിയാം, കുമ്പസാരത്തിന് ശേഷം വീണ്ടും ഞാൻ ആ പാപം തന്നെ ആവർത്തിച്ചു പോകുന്നു. നമ്മളെല്ലാം പാപികളാണ്.
അവിടെയെല്ലാം ഈശോ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നീ എത്ര വലിയ പാപിയാണെങ്കിലും ഞാൻ നിന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ കാരുണ്യത്തിൻ്റെ ജലസ്രോതസ് നിന്നിലേക്ക് ഒഴുകുവാനായിട്ട് എപ്പോഴും തയ്യാറായിരിക്കുക, ഒഴുകിക്കൊണ്ടിരിക്കുക. ഈശോ പീഡാസഹനവും കുരിശുമരണവും വരിച്ചത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നമ്മളെ വീണ്ടെടുക്കുവാനായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. അവിടുത്തെ കാരുണ്യ സ്നേഹമുള്ളവരെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളുടെ പാപം ഒരു കുറ്റിച്ചെടി പോലെയാണെങ്കിൽ എൻ്റെ കാരുണ്യം പർവ്വതം പോലെയാണ് എന്നാണ്. നിങ്ങളുടെ പാപങ്ങൾ ഒരു കുറ്റിച്ചെടി പോലെയാണെങ്കിൽ എൻ്റെ കാരുണ്യം ഒരു പർവ്വതം പോലെയാണ് എന്നാണ്. ഈശോയുടെ കാരുണ്യത്തിന് മുമ്പിൽ നമ്മുടെ ഒന്നുമില്ല. ഈശോയുടെ ഈ വലിയ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ തെറ്റുകളും പാപങ്ങളും എല്ലാം ഇല്ലാതാകുന്നു എന്ന് ഈ നിമിഷം നമുക്ക് ഓർക്കാം. ഈ വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ദിവ്യകാരുണ്യനാഥൻ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഈ രക്ഷയുടെ അനുഭവസ്ഥരാകുവാനായിട്ട് നമുക്ക് കടന്നു വരാം. ഈ കാരുണ്യം നമ്മൾ അനുഭവപ്പെടുമ്പോൾ, ഈ കാരുണ്യത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈശോ എനിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലൂടെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പീഡകൾ അനുഭവിച്ചപ്പോഴും സഹനങ്ങൾ ഏറ്റെടുത്തപ്പോഴും കുരിശിൽ വേദനകൾ അനുഭവിച്ചപ്പോഴും അവിടുന്ന് എനിക്കും നിനക്കുമായിട്ട് ആ കാരുണ്യത്തിൻ്റെ വലിയൊരു പ്രമാണമാണ് നമുക്ക് നൽകുന്നത്. സ്നേഹമുള്ളവരെ, ഈ കാരുണ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് നമ്മൾ ആ വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ മാത്രമാണ്. നമ്മൾ ആ വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ മാത്രമേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് എന്ന് എനിക്ക് വിശ്വസിക്കുവാനും കടന്നു വരുവാനും ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്നിൽ ആ വിശ്വാസമില്ല എങ്കിൽ ഒരുപക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചേക്കാം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവിടെ എനിക്ക് കർത്താവിൻ്റെ കാരുണ്യം സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈ നിമിഷം ആ വിശ്വാസത്തിനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആ കാരുണ്യം അനുഭവപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, കർത്താവായ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, ആ പീഡകൾ അനുഭവിച്ചത് എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള വിശ്വാസത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിനോടുള്ള അങ്ങയുടെ കാരുണ്യത്തെ അറിയുവാനും അങ്ങ് എനിക്ക് വേണ്ടി നൽകി കാരുണ്യത്തെ മനസ്സിലാക്കുവാനും അതിൽ വിശ്വസിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ബലഹീനനാണ്, എന്നിൽ കുറവുകളുണ്ട്. പക്ഷേ പൗലോസ്ലീഹ പറഞ്ഞ പോലെ എൻ്റെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി പ്രകടമാകുന്നുവെന്ന്. എൻ്റെ ബലഹീനതയിൽ സർവശക്തൻ്റെ ശക്തി പ്രകടമാകുന്നു. അതെ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ, ഞങ്ങളുടെ കുറവുകളിൽ, എവൻ്റെ അവിശ്വാസത്തിൽ കർത്താവെ അങ്ങ് കടന്നു വന്ന് വിശ്വാസമെന്ന പുണ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 8-9 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. കർത്താവ് ചിന്തിക്കുന്നതും കർത്താവ് പ്രവർത്തിക്കുന്നതും നമ്മൾ മനുഷ്യരുടേതുപോലെയോ ലോകത്തിൻ്റേതുപോലെയല്ല. പൂർണ്ണമായിട്ടും ഒരു വ്യത്യസ്ത രീതിയിലാണ് കർത്താവ് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത്. കർത്താവ് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നു: ബത്സൈദ കുളക്കരയിൽ തളർവാദ രോഗിയായ ഒരു വ്യക്തി നിസ്സഹായനായി കുളത്തിൽ ഇളകുമ്പോൾ എടുത്തിടുവാനായിട്ട് ആരും ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഈശോ അതിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, നീ സുഖം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്.
ആ വ്യക്തി തളർവാദ രോഗി വിചാരിച്ചു, ഇളകുന്ന കുളത്തിൽ ഇടുമ്പോൾ മാത്രമേ എനിക്ക് സുഖം ലഭിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, നീ എഴുന്നേൽക്കുക. നീ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് കർത്താവ് ആജ്ഞാപിക്കുകയാണ്. കർത്താവ് ആജ്ഞാപിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എത്തുമ്പോഴേക്കും യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം അവൻ സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ചിന്തകൾക്ക് വ്യത്യസ്തമായിട്ടാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കണക്കുകൂട്ടുകളൊക്കെ നമ്മൾ തെറ്റിക്കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ, നമ്മുടെ പ്ലാനുകളുടെയും പദ്ധതികളുടെയും രീതിയിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം നമ്മൾ മറന്നു പോകുന്നത് കാരുണ്യവാനായ കർത്താവ് അവൻ്റെ രീതിക്കായിട്ട് അവൻ ഒരുക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നിമിഷം കർത്താവിൻ്റെ കാരുണ്യത്തിലുള്ള വിശ്വാസത്തിൽ ദൃഢമാകുവാനും കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ ദിവികാരുണ്യനാഥൻ്റെ കാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാവാവസ്ഥകളെയും, നമ്മുടെ ബലഹീനതകളുടെ എല്ലാ മേഖലകളെയും, നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ, അവിടെയെല്ലാം ആ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ആ അനുഗ്രഹം ആഗ്രഹിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.